ഹലോ. ഹലോ. യെസ്, ഇന്ന് നമ്മൾ ജനനായകൻ രാവിലെ 6 മണിന്റെ ഫാൻ ഷോ കയറി. അപ്പോൾ ആദ്യമായിട്ട് ഫാൻ ഷോ കാണുന്നത്. അതെ. യെസ്. അപ്പോൾ ഫാൻ ഷോന്റെ എക്സ്പീരിയൻസും അതിനപ്പുറത്തേക്ക് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമേനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വിജയ്. വൺ ആൻഡ് ഓൺലി വിജയ് പീക്ക് ഇമോഷൻ അല്ലേ? അതെ. നമ്മുടെ ചെറുപ്പകാലത്തിലെ എന്താ പറയാ, നമ്മളെ ഒരു ഐഡലായ മാറിയ ഒരു വ്യക്തി തന്നെയാണ്. നമ്മളെ കൂടെ അഭിനയിച്ച രീതി തന്നെയാണ് നമ്മുടെ 90s ഒക്കെ ആൾമോസ്റ്റ് ഫേവറേറ്റ് ഹീറോ എന്ന് പറയുന്നത് വിജയനായിരുന്നു. കാരണം അങ്ങനെ ഒരു ഹീറോയിക് സെറ്റപ്പ് അന്നത്തെ കാലത്ത് ആരും ആരുണ്ടായിരുന്നു. യെസ്, നമുക്ക് അതൊരു പിന്നെ അല്ലു അർജുനൊക്കെ പിന്നെ ഒരു കാലഘട്ടത്തിൽ വന്നെങ്കിലും അതെ, എന്നാലും വിജയന്റെ സ്റ്റാർഡം ഇതുവരെ താന്നിട്ടില്ല. അതാണ് അതിന്റെ ഒരു സംഭവം. യെസ്. അപ്പൊ മെയിൻലി ജനനായകൻ എന്ന സിനിമേനെ നമ്മള് എങ്ങനെയാണ് കാണുന്നത് വെച്ചാല്, കുറെ രാഷ്ട്രീയത്തിന്റെ പ്രോബ്ലം കൊണ്ട് സിനിമ മാറ്റിവെച്ച് അപ്പൊ എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്നുള്ളത് ആധികാരികമായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളൊരു അതെ, ആ ഒരു സംഭവം അറിയാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു കയറിയത്. സിനിമ എന്താണ് ആയിക്കോട്ടെ, എന്നാലും അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത് അവസാനത്തെ പടാണ്, അതും ലാസ്റ്റ് ഡാൻസ് എന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാണ് എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. എങ്ങനെ നിർത്തുന്നു എന്നുള്ളൊരു അതും കൂടി മുൻനിർത്തിയിട്ടാണ് നമ്മളത് ഇങ്ങനെ സമീപിച്ചത്. അപ്പൊ രാവിലത്തെ ഷോക്ക് അങ്ങോട്ട് കയറി. അപ്പോ നമ്മള് ആദ്യത്തെ നമ്മള് കാണുന്നൊരു വിജയ് പടത്തിന്റെ അത്ര ഒരു ആവേശം ഇതിന് കണ്ടിട്ടില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് സിനിമയാണെന്നുള്ള രീതിയിലുള്ള ഒരു ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. സിനിമ കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറെ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളും ബാൻഡ് മേളങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. വളരെ സൈലന്റ് ആയിട്ട് സിനിമ അവസാനിച്ചപ്പോൾ പോയിട്ടുണ്ട്. അതെ. അപ്പൊ അവസാനം ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഏറ്റവും അവസാനം ഒരു മിനിറ്റ്. അതെ, ആ ഒരു മാഷപ്പ് അല്ലേ, അത് ആൾമോസ്റ്റ് ഒരു വിജയ് ഫാൻ ആണോ എന്താന്നറിയില്ല, പുള്ളിയോടുള്ള താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് അറിയുക എന്നുള്ള ഒരു സാധനമാണ്. ഒരു ഇമോഷൻ, പീക്ക് ഇമോഷൻ ആണ് എന്തായാലും ഡെവലപ്പ് ആയി വന്നത്. അതെന്തായാലും വളരെ നല്ലൊരു മാഷപ്പ് ആയിരുന്നു അല്ലേ. വളരെ കുറച്ച് നേരമാണെങ്കിലും ഒന്നും ചെയ്തില്ല. കൃത്യമായിട്ട് സിംപ്ലി ഒരു ബിഗിനിങ് എന്ന രീതിയിലാണ് ലാസ്റ്റ് അവസാനിക്കുന്നത് അല്ലേ. സംഭവം എന്താ വെച്ചാല്, ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് കുറെ റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമ തുടങ്ങിയ സമയത്ത് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെയൊന്നും രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും കണ്ടിട്ടില്ല. ഭഗവത് കേസരിന്റെ അതേ വേർഷൻ തന്നെ. പൊതുവെ ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നു ഭഗവത് കേസരിന്റെ ഒരു റീമേക്ക് ആണ് ഇത് എന്നുള്ളത്. പക്ഷെ അങ്ങനെ കാര്യപ്പെട്ട രീതിയിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഫ്ലാഷ് ബാക്ക് സീനോട്ട് അത് വിജയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എന്താ പറയാ സെറ്റ് ചെയ്ത മാതിരി തോന്നിയിട്ടുണ്ട്. പിന്നെ വില്ലനാണെങ്കിലും ഒക്കെ ഒരുപാട് കുറെ കാട്ടിക്കൂട്ടൽ നടത്തിയ പോലെ തോന്നി. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ രീതിയിലൊരു സംഭവങ്ങൾ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഒരു പ്രയാസമായിരിക്കും. കുറെ ഡ്രോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടെക്നിക്കൽ സൈഡ് ഈ സിനിമ എത്രയോ മുൻപിലാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. അവസാന ക്ലൈമാക്സിലേക്കൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഒന്നും വന്നില്ല. അതേപോലെ തന്നെ കോണ്ടന്റ് ഉദ്ദേശിക്കുന്നത് കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. പക്ഷെ ആ ഇഷ്യൂസ് ഒന്നും ശരിക്കും അല്ല നമ്മളെ എഫക്ട് ചെയ്തില്ല. കാര്യപ്പെട്ട രീതിയിലൊന്നും. കുറെ ജാതി മതം എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കേസസ് അത് മൊത്തത്തിൽ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം മേ ബി കറക്റ്റ് ആയിരിക്കും. പക്ഷെ സിനിമയിൽ അങ്ങനെ കാര്യപ്പെട്ട രീതിയിലൊരു മാറ്റം, അതായത് പ്രേക്ഷകർക്ക് അങ്ങനെ ഉറഞ്ഞു തുള്ളാൻ പറ്റിയ സാധനങ്ങൾ സംഭവമില്ല. വളരെ കുറവായിരുന്നു. ക്ലൈമാക്സിലേക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. മമിതനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഒരു ഫാൻ ഗേൾ എന്നുള്ള ഒരു മൊമെന്റ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് പ്യൂറായിട്ട്. അത് ഭീകരായിരുന്നു കേട്ടോ. അവിടെയാണെന്ന് അറിയാണ്ട് മമിതന്റെ കേസൊക്കെ നല്ല റീച്ച് വന്നിട്ടുണ്ട്. പിന്നെ വിജയിന്റെ നായിക വലിയ റോളൊന്നുമില്ല, ചുമ്മാ പറയുന്നേ റിപ്പീറ്റേഷൻ. അതേപോലെ വിജയിന്റെ പല സീൻസും റിപ്പീറ്റേഷൻ. അമ്മോ
കുറെ കുറെ സ്റ്റൈലൊക്കെ തന്നെ പിന്നെ ആക്ഷൻ സീക്വൻസിലുള്ള പുള്ളിയുടെ സ്ഥിരം സാധനം ഈ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പൊ അതിലും ഒക്കെ ഒരു ഒരു മടുപ്പ് കുറെ മടുപ്പ് തോന്നുന്നുണ്ട്. കാണിക്കുമ്പോ ഒരു മടുപ്പ് തോന്നിയിരുന്നു. പിന്നെ അവസാനത്തെ പടാണെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ ആസ്വദിക്കന്നെ. വേറെ വഴിയൊന്നുമില്ല. ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതില് നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ആസ്വദിക്കുക, ആസ്വദിക്കും. ആഘോഷിക്കുക. അതെ. ഞാനൊന്നും സീറ്റിൽ പല സമയത്തൊന്നും ഇരുന്നില്ല, ഫുൾ എണീച്ചൊന്ന് കൈയടിക്കുകയും ശ്രമിക്കുന്നതായിരുന്നു. പിന്നെ അതിൽ പറയപ്പെടേണ്ട ഒരു കാര്യം അനിരുദ്ധിന്റെ വർക്കാണ്. പുള്ളി ഇതിന് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെ, സിനിമയൊന്ന് കളറാൻ വേണ്ടി പുള്ളിന്റെ ഏരിയ പക്കയായിരുന്നു. പാട്ടാണെങ്കിലും എല്ലാ സോങ്സും നല്ല വെട്ടിപ്പോയി ചെയ്യുന്നു. വിജയ് ആണെങ്കിൽ 2 സംഘങ്ങൾ പാടിയിട്ടുണ്ടല്ലേ. എല്ലാ അത് ഏരിയ ഒക്കെ മ്യൂസിക്സിന്റെ ഏരിയ ഒക്കെ നല്ല വൈബായിരുന്നു കേട്ടോ. അത് നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ മ്യൂസിക് ആണ് മൈൻഡിൽ വരുന്നത്. അതെ, അത് ഈ ഒരു സംഭവം അനിരുദ്ധിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ അങ്ങനെ കാര്യപ്പെട്ട സ്റ്റോറി ആയിട്ട് നോർമലി കണ്ടുവരുന്ന ഒരു രക്ഷകൻ ടൈപ്പ് ആണ് ഉദ്ദേശിച്ചത്. പിന്നെ അവസാന നിമിഷം പ്രത്യേകിച്ച് വലിയൊരു പുതുമയൊന്നുമില്ല. അവസാനത്തേക്ക് മൊത്തത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഇത് ഇലക്ഷന് മുമ്പ് ഇറങ്ങേണ്ട സിനിമ ആയതുകൊണ്ട് അതെ, ആ രീതിയിലാണ് അതിനെ ചിത്രീകരിച്ച് വെച്ചത്. അതെ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാല് ആള് കേറിപ്പോയി വോട്ട് ചെയ്യുന്ന അതെ, സാധനം അത് പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്ന് ഇലക്ഷന്റെ തലേദിവസം സ്റ്റാറ്റസ് ഇടാനുള്ള കുറെ സാധനങ്ങളുണ്ട്. ഉണ്ട്. അതെ, അതെ, പോയി വോട്ട് ചെയ്യുന്നുള്ള ഒരു സാധനം അതെ, ഇതിലുണ്ട്. അതെ. ഇത് നോക്കിയിട്ട് ഈ അജണ്ട നോക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്തോളി എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അതെ, പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് മേബി ഇതിലെന്ന് വെച്ചാൽ കുറെ സാധനങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാർട്ടി പറയുന്ന കുറെ ടിവിക്ക് എന്ന് വരുന്ന സ്ഥലത്തൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ കാരണം ഉണ്ട്, ഇത് ബാൻ ചെയ്യുന്നതിന് റീസൺ ഉണ്ട്. കുറെ പാർട്ടി ചിഹ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം മൊത്തത്തിലൊരു വിജയ് ഫാൻ എന്ന നിലയിൽ കണ്ടിരിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ എന്തായാലും ഞാൻ പറയുന്നത് വിജയനെ കാണുന്ന ആഗ്രഹമുള്ളവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യം. കാരണം ഇനി ഇങ്ങനെ ഒരു സംഭവം വരാനില്ല. അല്ലാതെ സിനിമയുടെ കോണ്ടന്റ്, അതിന്റെ വിഷ്വലൈസേഷൻ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവര് പോകണ്ട. സിനിമ ചുമ്മാ കളറാക്കി ചില്ല് ചെയ്ത് പോരാനാണെങ്കിൽ ആ ഒരു വിജയനെ പടം കണ്ടുപോരുക എന്നുള്ള ഒരു വൈബ് പോയിട്ട് മാത്രം പോയാൽ മതി. അതെ, അല്ലാത്തവർക്ക് സത്യം പറഞ്ഞാൽ നിരാശ. അപ്പോ വേറെന്തെങ്കിലും പറയാനുണ്ടോ? മോറോവർ എല്ലാവരും സിനിമ കാണാം, മാക്സിമം കാണാം. നമ്മുടെ ഒരു ടിവിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ പുള്ളി ഇതിന് ഇപ്പൊ നിലവിലുള്ള പൊളിറ്റീഷ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, നല്ല വിഷൻ ഉണ്ട്, നല്ല വിഷനുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഈ സിനിമ ഭയങ്കര പുള്ളിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും മേ ബി. കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നിലവിൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇത് കാണുമ്പോ പുള്ളി ഒരു ഭീകരൻ സംഭവം തന്നെയാണ്. കാരണം നല്ലൊരു വിഷനുള്ള ആ ഡിസിഷനാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഷുവറായിട്ടും അല്ലേ, നല്ല ടൈമിൽ അയാൾ നിർത്തി. അതെ, അതൊരു അതൊരു ഭയങ്കര തന്നെ സംഭവം തന്നെ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. കാരണം പല നടന്മാരും ആ ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടായി പോയതാണ് പാളിച്ചത് പറ്റി. ഞാൻ രജനി ഫാനാണ്, പക്ഷെ ഡിസിഷൻ എടുക്കാൻ പല ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വിജയ ടൈമിലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയല്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പടം കുഴപ്പമില്ല. എന്തായാലും ഒരു പൊളിറ്റിക്കൽ റേഞ്ചിലേക്ക് ഇവര് കൊണ്ടുപോകുന്നുണ്ട്. നിലവിലത്തെ ഐഡിയോളജി ആയിട്ട് മാച്ച് ആകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ആവറേജ് കൊടുക്കാം. ആവറേജ് കാണാം. ആവറേജ് പടം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതീക്ഷ ഒന്നായിട്ട് പോയില്ല. വിജയനെ കാണാം 5 വരിക പോരാ. തളപതി കച്ചേരിക്കൊക്കെ എണീച്ച് ഡാൻസ് കളിച്ച് വൈബായിട്ട് തിരിച്ചു പോരാ, ആ ഒരു മൈൻഡിൽ പോയാൽ അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഓർഡർ വീഡിയോ വരെ.